നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജാർഖണ്ഡിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 43 മണ്ഡലങ്ങളിലായാണ് വിധി എഴുതുന്നത്. ബിജെപി സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പെ സോറൻ മത്സരിക്കുന്ന സെരൈക്കല മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 20 വനവാസി സംവരണ മണ്ഡലങ്ങളിലും 6 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിലും 17 പൊതുമണ്ഡലങ്ങളിലുമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 13 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായി നടക്കും. നവംബർ 23-ന് ഫലം പ്രഖ്യാപിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിലെയും പശ്ചിമ ബംഗാളിലെയും 17 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൊവ്വാഴ്ച പരിശോധന നടത്തി. ഇന്ത്യൻ പൗരത്വം സ്ഥാപിക്കാൻ വ്യാജരേഖകൾ നൽകുന്ന ഏജന്റുമാരുടെ സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പിന്നാലെ ബംഗ്ലാദേശികളുടെ അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിലെയും പശ്ചിമ ബംഗാളിലെയും 17 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നതായി ഇഡി ഒരു പോസ്റ്റിൽ പങ്കിട്ടു. വ്യാജ ആധാർ കാർഡുകൾ, വ്യാജ പാസ്പോർട്ടുകൾ, അനധികൃത ആയുധങ്ങൾ, സ്വത്ത് രേഖകൾ, പണം എന്നിവയുൾപ്പെടെ വിവിധ കുറ്റകരമായ വസ്തുക്കൾ ഇഡി പിടിച്ചെടുത്തിരുന്നു. ആഭരണങ്ങൾ, പ്രിന്റിംഗ് പേപ്പറുകൾ, പ്രിന്റിംഗ് മെഷീനുകൾ, ആധാർ വ്യാജമാക്കാൻ ഉപയോഗിച്ച ശൂന്യമായ പ്രോഫോർമകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും ഇഡി കൂട്ടിച്ചേർത്തു. സെപ്റ്റംബറിൽ അനധികൃത ബിസിനസ്സുകൾക്കായി ചില ബംഗ്ലാദേശി സ്ത്രീകൾ ജാർഖണ്ഡിലേക്ക് നുഴഞ്ഞു കയറുകയും കടത്തുകയും ചെയ്തതിന്റെ ഒരു ഉദാഹരണം അന്വേഷിക്കാൻ PMLA പ്രകാരം ഇഡി ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗങ്ങളിൽ ഈ വിഷയം പലതവണ ഉന്നയിക്കുകയും സന്താൽ പർഗാന മേഖലയിൽ നുഴഞ്ഞുകയറ്റക്കാർ കയ്യേറിയതായി ആരോപിക്കപ്പെടുന്ന ഭൂമി തിരിച്ചു നൽകാൻ നിയമം കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പ്രീണന രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും BJP ആരോപിച്ചിരുന്നു. അതേസമയം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നവും ആദിവാസികളുടെ ഭൂമിയുടെ സ്വത്വത്തിന്റെയും സംരക്ഷണവും സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളായി ഉയർന്നുവരുന്നത് സന്താൽ പർഗാനയിലാണ്. മുസ്ലിം ആധിപത്യമുള്ള സന്താൽ പർഗാനയിലെ പ്രദേശങ്ങൾ ഒരു സംഘാടക സംഘം സന്ദർശിച്ചിരുന്നു. അവിടെ 35 ഹിന്ദു കുടുംബങ്ങൾ തങ്ങളുടെ ആചാരങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനും പോരാടുന്നു. ഏകദേശം 11,000 മുസ്ലിം കുടുംബങ്ങൾ ഈ ഹിന്ദു കുടുംബങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്നിരുന്നാലും അടുത്തുള്ള മുസ്ലിം കുടുംബങ്ങളുടെ സമ്മർദ്ദം വകവയ്ക്കാതെ ഹിന്ദുക്കൾ അവിടെ ഛത്ത് പൂജ ആഘോഷിച്ചു. മാൻസിംഗ, രാജ്മഹൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഹിന്ദു കുടുംബങ്ങൾ ഫലത്തിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. അതേസമയം ഓരോ കിലോമീറ്ററിലും പള്ളികളും മദ്രസകളും ഉയർന്നു വരുന്നു. ഈ വിഷയത്തിൽ BJP നിരന്തരം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ വിദൂര ഹിന്ദു സമൂഹങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രതിബന്ധങ്ങൾ, പ്രദേശത്തെ മുസ്ലിം ഭൂരിപക്ഷം മത്സ്യബന്ധനത്തിൽ നിന്ന് അവരെ വിലക്കിയതിനാൽ അവർ മത്സ്യബന്ധനവും ഉപേക്ഷിച്ചിട്ടുണ്ട്. ഓർഗനൈസർ വീക്കിലി അടുത്തിടെ ജാർഖണ്ഡിലെ ഗോത്രവർഗ ആധിപത്യമുള്ള സന്താൽ പർഗാന ഡിവിഷനിലെ സാഹിബ്ഗഞ്ചിൽ നിന്നെടുത്ത വീഡിയോയിൽ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ബംഗ്ലാദേശികൾ പ്രദേശത്ത് സ്ഥിരതാമസമാക്കുന്നത് ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ പെൺമക്കളും ഭൂമിയും ഗുരുതരമായ അപകടത്തിലാണ്. ഞങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾക്ക് ഭരണമില്ല. നുഴഞ്ഞുകയറ്റം തീർച്ചയായും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.